ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മി ഇനി വരാൻ പോകുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മോഹിനിയാണെങ്കിൽ നമ്മുടെ കരുണയെ തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ്. അങ്ങനെ മോഹിനിയാണെങ്കിൽ നമ്മുടെ കരുണയോട് പറയുന്നുണ്ട്, ഞാൻ ഇന്ന് വരെ എൻ്റെ പൊന്നുമോളോട് എന്ത് തെറ്റാണ് ചെയ്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ കരുണയ്ക്കാണെങ്കിൽ ഒരു മറുപടിയും മോഹിനിയോട് പറയാൻ തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ സ്വന്തമായിട്ട് നമ്മുടെ മോഹിനിയെ പറ്റി, സ്വന്തം അമ്മയെ പറ്റി ഇങ്ങനെ ആലോചിച്ചപ്പോൾ നമ്മുടെ കരുണയ്ക്കും തോന്നി, ശരിയാണല്ലോ എൻ്റെ അമ്മ പറഞ്ഞത്. എൻ്റെ അമ്മ എന്താണ് എന്നോട് ചെയ്ത തെറ്റ്? എൻ്റെ അമ്മ ഇതുവരെയായിട്ടും എന്നോട് ഒരു തെറ്റും തന്നെ ചെയ്തിട്ടില്ല. അങ്ങനെ നമ്മുടെ കരുണയാണെങ്കിൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് പ്രതാപനോട് നമ്മുടെ കരുണ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് കരുണയോട് നമ്മുടെ പ്രതാപൻ പറയുന്നത്, മോൾക്ക് ഇതെന്താ പറ്റിയത്? ഇങ്ങനെയൊന്നും എന്തിനാണ് മോൾ സംസാരിക്കുന്നത്? ആ മോഹിനിയെ പറ്റിയാണോ മോൾ പറയുന്നത്? അപ്പോൾ നമ്മുടെ കരുണ പറയുന്നുണ്ട്, എനിക്കത് സംസാരിക്കണം മുത്തശ്ശി, കാരണം എൻ്റെ അമ്മയാണ് നിങ്ങളിൽ നിന്ന് ഇത്രയും കാലം മാറ്റി നിർത്തിയത്. എൻ്റെ അമ്മ എന്ത് തെറ്റാണ് എന്നോടും നിങ്ങളോടും ചെയ്തത് അതെനിക്ക് അറിഞ്ഞേ മതിയാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ നമ്മുടെ കരുണയോട് പറയുന്നുണ്ട്, നീ എന്താ മോളെ ഇങ്ങനെയൊക്കെയാണോ അച്ഛനോട് സംസാരിക്കുന്നത്? അച്ഛൻ നിന്നെ പൊന്നുപോലെയല്ലേ ചെറുപ്പകാലങ്ങളിലും ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചെന്നറിഞ്ഞാൽ അവനത് സഹിക്കുമോ? എന്തിനാ മോള് അവനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവനെങ്ങനെ വിഷമിപ്പിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ കരുണയാണെങ്കിൽ പറയുന്നുണ്ട്, ഞാൻ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല മുത്തശ്ശി, എനിക്ക് സത്യം അറിയണം, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ കരുണയാണെങ്കിൽ മുത്തശ്ശിയോട് ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, നിനക്കെന്തോ നിൻ്റെ അമ്മയും ആ ചേച്ചിയും വിഷമം തന്നിട്ടുണ്ട്, അല്ലാതെ നീ ഇങ്ങനൊന്നും സംസാരിക്കില്ലല്ലോ മോളെ, നിനക്കിത് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കരുണ പറയുന്നുണ്ട്, ഇത്രയും കാലം വിഷമം തന്നത് നിങ്ങളും എൻ്റെ അച്ഛനും മാത്രമാണ്, അല്ലാതെ വേറെ ആരുമല്ല. എൻ്റെ അമ്മ എന്നോട് ഒരു തെറ്റും തന്നെ ചെയ്തിട്ടില്ല, നിങ്ങളോടും എൻ്റെ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്തായാലും എൻ്റെ അമ്മയെ ഇനി അവളെ ദ്രോഹിക്കാൻ ഇനി എന്തായാലും ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കില്ല എന്നൊക്കെ നമ്മുടെ കരുണയാണെങ്കിൽ മുത്തശ്ശിയോട് പറയുന്നുണ്ട്. കരുണയുടെ ഈ ഒരു മാറ്റം കണ്ടിട്ട് നമ്മുടെ പ്രതാപനാണ് പറയുന്നുണ്ട്, അമ്മേ ഇവൾക്ക് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്, അവളെന്താ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അവൾക്ക് വേണ്ടിയല്ലേ ഞാൻ ഇത്രയും കാലം ജീവിക്കുന്നതും ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നതും? ഈ കാണുന്ന സ്വത്തുക്കൾ മൊത്തം എൻ്റെ കരുണമോൾക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ലേ? അവളിപ്പോൾ എന്നെ ഇങ്ങനെ മോഹിനിക്ക് വേണ്ടി തള്ളിപ്പറയാൻ മാത്രം ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്നിങ്ങനെ അമ്മയോട് ചോദിക്കുന്നുണ്ട് നമ്മുടെ പ്രതാപനാണെങ്കിൽ. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അവൾക്ക് എന്തോ ആരോ വലിയൊരു വിഷം തന്നെ അവളെ മനസ്സിൽ കുത്തി വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അവളിങ്ങനെ പെരുമാറുന്നത്. നീ എന്തായാലും പേടിക്കണ്ട, അവളെ നമുക്ക് തിരിച്ച് നമ്മുടെ ഇതിൽ തന്നെ കൊണ്ടുവരാമെന്നൊക്കെ മുത്തശ്ശി പ്രതാപനും പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ണിയോടാണെങ്കിൽ നമ്മുടെ കരുണയാണെങ്കിൽ ഫോൺ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉണ്ണി പറയുന്നുണ്ട്, എന്തൊക്കെയുണ്ട് കരുണ വിശേഷം? നാളെ തന്നെ നീ ഇങ്ങോട്ടേക്ക് എത്തണം, അല്ലെങ്കിൽ എനിക്കെന്തോ പോലെയാണ് ഇവിടെയാണെങ്കിൽ ആ കണ്ണനും മഹിയാണെങ്കിൽ ഭയങ്കര സ്നേഹപ്രകടനമാണ്. ഇനിയിപ്പോൾ അതൊന്നും കാണാൻ എനിക്കിനി വയ്യാന്നൊക്കെ ഉണ്ണി പറയുമ്പോൾ നമ്മുടെ കരുണ പറയുന്നുണ്ട്, ഉണ്ണിട്ട ഞാൻ നാളെ തന്നെ വരാം, പക്ഷെങ്കിൽ ഉണ്ണിയേട്ടനാണെങ്കിൽ ആ കണ്ണിൻ്റെ മഹിയുടെയും കാര്യം പറയാനാണ് എന്നെ വിളിക്കുന്നതെങ്കിൽ ഇനി എന്നോട് അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല, എനിക്ക് അവരെ പറ്റി മോശം പറയുന്നത് ഇനി കേൾക്കുകയും വേണ്ടെന്നൊക്കെ നമ്മുടെ കരുണ ഇങ്ങനെ പറയുമ്പോൾ ഉണ്ണിയാണെങ്കിൽ ആകെ മൊത്തം ഒന്ന് സ്തംഭിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ നമ്മുടെ കരുണയുടെ കോള് കട്ടിയത് ഉണ്ണിയാണെങ്കിൽ താഴോട്ട് വന്നിട്ട് നമ്മുടെ മോഹിനിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ദുർഗയോട് പറയുന്നുണ്ട്, അമ്മേ നമ്മുടെ കരുണയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് വലിയൊരു മാറ്റം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അവളുടെ അമ്മയോടും അവളുടെ ചേച്ചിയോടൊക്കെ ഭയങ്കര സ്നേഹം കൂടിയതുപോലെ എനിക്ക് തോന്നുന്നു. ഇനിയിപ്പോൾ അവൾ നമ്മളുടെ കൂടെ കൂടാതിരിക്കുമോ എന്നൊക്കെ നമ്മുടെ ദുർഗ ചോദിക്കുന്നുണ്ട്. ഉണ്ണിയാണെങ്കിൽ ദുർഗയോട് പറയുന്നുണ്ട്, എനിക്ക് എന്തായാലും ഒന്നും തന്നെ അറിയില്ല അമ്മേ, എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം. അവൾ അവരുടെ കൂടെ കൂടിയാൽ ഇനിയിപ്പോൾ എൻ്റെ കാര്യം കഷ്ടത്തിലാവുമല്ലോ എന്നുള്ള കാര്യം ഇങ്ങനെ ഉണ്ണി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ദുർഗ പറയുന്നുണ്ട്, അവൾ എന്തായാലും അങ്ങനൊരു മാറ്റം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ചിലപ്പോൾ അഭിനയം ആയിരിക്കൂടാ, കാരണം എന്ന് വെച്ചാൽ അവൾ അഭിനയിക്കാൻ പണ്ടേ മിടിക്കുകയല്ലേ, എന്തായാലും അഭിനയം തന്നെയായിരിക്കും എന്നൊക്കെ നമ്മുടെ ദുർഗ സ്വയം വിശ്വസിക്കുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ തന്നെ നമ്മുടെ കരുണയാണെങ്കിൽ കമലേശ്വരം വീട്ടിലോട്ട് പോകാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, മോളെ നീ എന്താ ഇങ്ങോട്ട് രാവിലെ തന്നെ പോകുവാണോ ഇവിടെ നിന്ന് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കരുണ പറയുന്നുണ്ട്, ഇത്രയും കാലം നിങ്ങളൊക്കെ പറഞ്ഞത് കേട്ട് ഞാൻ അനുസരിച്ച് എൻ്റെ ജീവിതം ഇങ്ങനെയായി തീർന്നു, എന്തിനാണ് എൻ്റെ അമ്മയിൽ നിന്ന് എന്നെ അകറ്റി മാറ്റിയത്? അമ്മ പറയുന്നത് പോലെ കേട്ടോണ്ടായിരിക്കില്ലേ മഹാലക്ഷ്മിയുടെ ജീവിതം ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ പോകുന്നത്? ഇനി എന്തായാലും എനിക്ക് നിങ്ങളുടെ ഉപദേശവും കാര്യങ്ങളൊന്നും ഇനി ആവശ്യമില്ല. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, നീ ഒരു കാര്യം മറന്നു പോകാൻ പാടില്ല, നിൻ്റെ അച്ഛൻ നിനക്ക് വേണ്ടിയാണ് ഇത്രയും കാലം ജീവിക്കുന്നതും ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നതും. ഈ കാണുന്ന സ്വത്തുക്കളെല്ലാം നിനക്ക് വേണ്ടിയുള്ളതാണ്, നീ എന്താണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിനക്ക് പണമൊന്നും ആവശ്യമില്ലേ മോളെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കരുണ പറയുന്നുണ്ട്, ഇനി എനിക്ക് പണത്തിൻ്റെ ഒരു ആവശ്യമില്ല, എനിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എൻ്റെ ഭർത്താവ് അവനെ കൊണ്ട് പറ്റുന്ന പോലെ എനിക്ക് തന്നോളും, വേറൊരാളുടെ പണം ഇനി എനിക്ക് ആവശ്യമില്ലെന്നൊക്കെ കരുണ ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്യുന്നത് തന്നെ. അങ്ങനെ കരുണയാണെങ്കിൽ കമലേശ്വരം വീട്ടിൽ എത്തിയതിന് ശേഷമാണെങ്കിൽ മോഹിനി അവിടത്തേക്ക് വരുന്നുണ്ട്. മോഹിനിയാണെങ്കിൽ പിറ്റേന്ന് രാവിലെ തന്നെ നമ്മുടെ കരുണയെ മോഹിനി മഹാലക്ഷ്മിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് മോഹിനിയാണെങ്കിൽ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു, കമലേശ്വരം വീട്ടിലോട്ടാണെങ്കിൽ. അങ്ങനെ കമലേശ്വരം വീട്ടിലെത്തിയ മോഹിനിയാണെങ്കിൽ ആദ്യം തന്നെ തൻ്റെ മൂത്ത മകളെയാണ് കാണാൻ ഇടയാവുന്നത് തന്നെ. അങ്ങനെ മൂത്ത മകളെ കണ്ടിട്ട് പലഹാരങ്ങളൊക്കെ അവളുടെ കയ്യിലൊക്കെ വെച്ച് കൊടുക്കുമ്പോഴേക്കും നമ്മുടെ ദുർഗ ചോദിക്കുന്നുണ്ട്, ഓ ഇവിടെ ഇളയ മകളെന്ന് പറയുന്ന ഒരാളും കൂടെ ഉണ്ട്, അവൾക്ക് പലഹാരങ്ങളൊന്നും ഇല്ലയെന്ന് ചോദിക്കുമ്പോൾ മോഹിനി പറയുന്നുണ്ട്, ഉണ്ട്, എൻ്റെ രണ്ട് മക്കൾക്കും എനിക്ക് ഇഷ്ടപ്പെട്ട എല്ലാ പലഹാരങ്ങളും അവർക്ക് ഇഷ്ടപ്പെട്ട എല്ലാ പലഹാരങ്ങളും ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മോഹിനിയോട് ദുർഗ
ചോദിക്കുന്നുണ്ട്, ഇതുവരെ ഈ ഇളയമൾക്ക് ഒന്നും കൊടുക്കുന്ന കണ്ടിട്ടില്ലായിരുന്നല്ലോ, ഇപ്പം പെട്ടെന്നെന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ മോഹിനിയോട് ദുർഗ ചോദിക്കുമ്പോൾ മോഹിനി പറയുന്നുണ്ട്, അവൾക്ക് ഇപ്പോഴാണ് എൻ്റെ സ്നേഹം മനസ്സിലായി തുടങ്ങിയത്. ഇത്രയും കാലം അവൾ അവളുടെ അമ്മയെയും ഒക്കെ അകറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴാണ് എൻ്റെ കുഞ്ഞിന് എൻ്റെ സ്നേഹം മനസ്സിലാക്കാൻ സാധിച്ചതും അവൾ എന്നെ തിരിച്ച് സ്നേഹിക്കാനും തുടങ്ങിയിരിക്കുന്നത്. അവളോട് എന്തും ഇപ്പോൾ എനിക്ക് തുറന്നു പറയാനും അവളെ വാത്സല്യത്തോടെ എനിക്ക് അവൾക്ക് ആഹാരം കൊടുക്കാനൊക്കെ ഇപ്പോൾ സാധിക്കും. കാരണം അത് അവൾ സ്വീകരിക്കുമെന്നുള്ള ഉറപ്പ് എനിക്കുണ്ട് എന്നൊക്കെ മഹാലക്ഷ്മിയുടെ മുമ്പിൽ വെച്ചിട്ട് നമ്മുടെ ദുർഗയോട് മോഹിനി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. എന്നതിന് ശേഷമാണെങ്കിൽ മോഹിനി മഹാലക്ഷ്മിയായിട്ട് സംസാരിക്കുന്നതിനിടയിൽ കണ്ണനാണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കണ്ണൻ പറയുന്നുണ്ട്, അമ്മയോട് എനിക്കൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനുണ്ട്, അമ്മയ്ക്ക് എന്നോട് ദേഷ്യമൊന്നും പാടില്ല. അപ്പോൾ നമ്മുടെ മോഹിനി പറയുന്നുണ്ട്, മോൻ എന്താണെങ്കിലും അമ്മയോട് പറഞ്ഞു, അമ്മയ്ക്ക് ഒരു ദേഷ്യം മോനോട് ഉണ്ടാവില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട്, കരുണയാണ് അമ്മയുടെ മകൾ എന്നെനിക്കറിയാം, പക്ഷെങ്കിൽ അവളെയാണെങ്കിൽ കുറച്ചൊന്ന് സൂക്ഷിക്കണം. അവളുടെ സ്വഭാവം അമ്മയ്ക്ക് നന്നായിട്ട് അറിയാലോ. അവളെ പെട്ടെന്നൊന്നും അങ്ങനെ വിശ്വസിക്കേണ്ട. എന്തിനെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും അവളുടെ ഈ ഒരു പെട്ടെന്നുള്ള സ്വഭാവം മാറ്റുന്നൊക്കെ കണ്ണനാണെങ്കിൽ മോഹിനിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ മോഹിനിയാണെങ്കിൽ മനസ്സിൽ ഇനിയിപ്പോൾ അതുകൊണ്ടാവുമോ അവളിങ്ങനെ മാറിയിരിക്കുന്നത് എന്ന് ചെറുതായിട്ട് ആലോചിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു പ്രൊമോ റിവ്യൂ അവസാനിക്കുന്നത് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സീരിയൽ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.